ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ അടുക്കളയിൽ മുരിങ്ങക്കായും തക്കാളിയും ചേർത്ത് വളരെ സിമ്പിളായിട്ട് ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. വലിയ പണികളൊന്നുമില്ലാതെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാം. മീൻകറിയെ വെല്ലുവിളിക്കുന്ന രുചിയിൽ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. കാക്കിലോ മുരിങ്ങക്കായയും അതുപോലെ തന്നെ ഒരു വലിയൊരു പഴുത്തൊരു തക്കാളിയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇതാ നമ്മുടെ മുരിങ്ങക്കായൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് കട്ടാക്കി എടുക്കാം. ഇനി നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിലേക്ക് നമുക്ക് ഇതാ ഒരു അരക്കപ്പ് പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ചുവന്നുള്ളിയാണ് കേട്ടോ. ചുവന്നുള്ളിയൊക്കെ നിങ്ങളുടെ കയ്യിൽ കുറേ ഉണ്ടെങ്കിൽ ഒരുപാട് എടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ കറിയിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 അല്ലി ചുവന്നുള്ളി ചേർത്തി കൊടുക്കുന്നുണ്ട്. നല്ലൊരു പഴുത്തൊരു തക്കാളിയും കട്ടാക്കിയിട്ട് ചേർത്തി കൊടുക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു 2-3 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ആക്കാം. നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതോ അല്ലെങ്കിൽ ഇങ്ങനെ തേങ്ങാക്കൊത്ത് പോലെ നമുക്ക് ചേർത്തി കൊടുക്കാം. ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്തി കൊടുത്തിട്ട് തേങ്ങ അരക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചെടുക്കാം. ഇനി നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ എയറൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയതാണ് കേട്ടോ. പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നമ്മളെ കറിയിൽ പരിപ്പൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്താലാണ് കറി ഒന്നും കൂടി നല്ല കട്ടിയായിട്ട് വരത്തുള്ളൂ. കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊന്നും കൂടി ചട്ടിയിലേക്ക് ഒന്ന് മാറ്റിയതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ടാക്കി വെച്ച മുരിങ്ങക്കായും കൂടി ചേർത്തി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. ഒരു 5-6 മിനിറ്റിൽ തന്നെ നമ്മുടെ മുരിങ്ങക്കായ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ ഒന്ന് ആവി വരുമ്പോഴേക്കും മുരിങ്ങക്കായ പെട്ടെന്ന് വെന്ത് കിട്ടും. നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് തിളച്ച് വന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. കുക്കറിൽ തന്നെ നമ്മൾ മുരിങ്ങക്കായ ഇട്ടാൽ പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞു പോയിട്ട് നമ്മുടെ ഷേപ്പൊക്കെ മാറി മുരിങ്ങക്കായ പൊട്ടിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ മുരിങ്ങക്കായ ചേർത്തി കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ തേങ്ങ അരപ്പും കൂടി ചേർത്തി കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചവറ്റി വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതട്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ കറിയുടെ രുചി ഇരട്ടിക്കാൻ പോകുന്ന പ്രധാന ഭാഗമാണ് കറി താളിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് മൂപ്പിച്ച് ഈ കറിയിലേക്ക് അങ്ങ് ഒഴിക്കുമ്പോൾ വരുന്ന ഒരു മണം അത് പ്രത്യേകിച്ച് തന്നെയാണ്. ഈ താളിപ്പോട് കൂടി ചേരുന്നതോടെ നമ്മുടെ കറി റെഡിയായിട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഇനിയിപ്പോൾ കൂട്ടാനുകളൊന്നും വേണമെന്നില്ല. ഇവിടെ വീട്ടിലെ മക്കൾക്കൊക്കെ ഒരുപാടേറെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ചോറിനപ്പോൾ ഇത് നന്നായി ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ മുരിങ്ങക്കായും തക്കാളിയും ചേർത്തുള്ള ഈ നാടൻ കറി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതാ നോക്കൂ, നല്ല ആവി പറക്കുന്ന ചോറിലേക്ക് ഈ കറി ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ എന്ത് രസമാണെന്നോ. മീൻകറി ഇല്ലെങ്കിലും എന്താ, ഈ ഒരു കറി ഉണ്ടെങ്കിൽ മക്കൾ നന്നായി ചോറ് കഴിച്ചോളും. നിങ്ങൾ ഇതുപോലെ ഒന്ന് വിളമ്പി നോക്കി വീട്ടിലുള്ളവർക്കെല്ലാം ഇത് തീർച്ചയായും പ്രിയപ്പെട്ടതാകും.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ലളിതമായ റെസിപ്പികൾക്കായിട്ട് ഇറ്റ്സ് മീ യാസി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.